വലിയഴീക്കൽ തോട്ടപ്പള്ളി തീരദേശ റോഡിലൂടെയാണ് ശ്രീഹരിയുടെ സർവീസ്. പതിവ് ട്രിപ്പിനിടെ ആറാട്ടുപുഴയിൽ വെച്ച് ഒരു യാത്രക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണു. വേഗം തന്നെ ബസ് തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ ഇല്ലായിരുന്നു. കുഴഞ്ഞു വീണ അനിലിനെ ആംബുലൻസിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 108 ആംബുലൻസിനായി പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. സ്വകാര്യ ആംബുലൻസ് എത്തിയെങ്കിലും പഞ്ചറായി. തുടർന്നാണ് രോഗിയെ ബസ്സിൽ തന്നെ 20 കിലോമീറ്റർ അപ്പുറമുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഞങ്ങളാണ് ആലോചിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, വണ്ടാനത്ത് കൊണ്ടുപോകും. അപ്പോൾ ആൾക്കാർ നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങളെല്ലാം ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറയും. അങ്ങനെ യാത്രക്കാരെല്ലാം ഇറങ്ങുകയും അതേ തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും 27 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ആളിനെ എത്തിച്ചു. പിന്നെ പുള്ളിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് ഞങ്ങളെല്ലാം പുള്ളിയെ വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഹൃദയാഘാതമുണ്ടായ അനിലിനെ വേഗത്തിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായതെന്ന് ഡോക്ടർമാർ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണനാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, കുറച്ച് നാൾ മുമ്പാണ് സമാനമായ ഒരു വാർത്ത കേരളത്തിന് മുന്നിലേക്ക് എത്തിയത്. ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും KSRTC ബസ്സായിരുന്നു അത്. ഇതിപ്പോൾ സ്വകാര്യ ബസ്സാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അനാസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എങ്കിൽ പോലും ഇങ്ങനെ നന്മയുള്ള മനുഷ്യർ പല സ്ഥലത്തും ഉണ്ടാകും. അവരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാതെ ഇരിക്കും? ഈ അനിലിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് അനിലെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് പറയുന്നു. പറയൂ പൂജ. ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പലതവണ പലയിടങ്ങളിലായി ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. എന്തായാലും ഈ ഇത്തരത്തിൽ സ്വന്തം അല്ലെങ്കിൽ സഹജീവികളോട് മനുഷ്യനുള്ള സ്നേഹം കൂടി വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഈ അഴീക്കൽ തോട്ടപ്പള്ളി റൂട്ടിലായിരുന്നു ശ്രീഹരി ബസ്സിൻ്റെ സർവീസ്. നമുക്കറിയാം ഈ ഒരു വളരെ തീരമേഖലയാണ്, നാട്ടിൻപുറമാണ്, ഗ്രാമപ്രദേശമാണ്. ഇങ്ങനെ ഈ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കൊക്കെ ആ ബസ്സിലെ യാത്രക്കാരെയൊക്കെ മുഖപരിചയമുണ്ടാവും, അവരോട് പരിചയമുണ്ടാവും. അങ്ങനെ ഈ അനിലിനെയും ഒരുപക്ഷെ അവർക്ക് പരിചയം ഉണ്ടായിരിക്കാം. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും ഒന്നടങ്കമാണ് ഈ അനിലിനെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത്. അനിലിപ്പോൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. വേഗത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇത് നന്മയുടെ കാര്യമാണ്. ഒപ്പം തന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആറാട്ടുപുഴയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്കാണ് വേഗത്തിൽ അനിലിനെ കൊണ്ടുചെല്ലുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ ഹെൽത്ത് സെൻ്ററുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അവിടെ ആയിരിക്കും ആളുകൾ വേഗത്തിൽ ഒരു അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ ചെല്ലുന്നത്. അനിലിനെ കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. ആ ഡോക്ടർ അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുടെയൊക്കെ സേവനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം 108 ആംബുലൻസിൻ്റെ കാര്യവും വളരെ പ്രയോജനകരമായ, നാട്ടുകാർക്കൊക്കെ ഏറെ ഉപകാരപ്രദമായിരുന്ന ഒരു സംവിധാനമായിരുന്നു 108 ആംബുലൻസിൻ്റെ. ആ 108 ആംബുലൻസിൽ പലതവണ വിളിച്ചിട്ടും പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് തെളിയിക്കുന്ന, അത് അടിവരയിടുന്ന ഒരു സംഭവം കൂടിയാണ് അനിലിൻ്റെ കാര്യത്തിലും ഉണ്ടായത്. അക്കാര്യത്തിലൊക്കെ ആരോഗ്യമേഖലയിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട്. കാരണം എപ്പോഴും ഇതേപോലെ രക്ഷിക്കാൻ ചുറ്റും ആളുകളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള മനസ്സുള്ള ആളുകൾ ഉണ്ടാവില്ല. എന്തായാലും ഇത്തരത്തിൽ യാത്രക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ പറഞ്ഞതുപോലെ തന്നെ അവര് ബസ്സിലാണ് എത്തിച്ചത് എങ്കിൽ പോലും അതിനു മുൻപ് പലതരത്തിലുള്ള സഹായങ്ങൾ നോക്കിയിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ അവരിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ അത് ഇക്കാര്യത്തിൽ ഗുരുതരം തന്നെയാണ്. എന്തായാലും ആ ബസ് ജീവനക്കാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. അതുമായി സഹകരിച്ച യാത്രക്കാർക്കും വലിയൊരു കയ്യടി ഒരു നിമിഷത്തിൽ നൽകാം. ശരി.